ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വിജാസ് വേൾഡിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്ന നല്ല നാടൻ നെല്ലിക്ക, ചെറിയ നാടൻ നെല്ലിക്ക കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് അത് തേൻ നെല്ലിക്ക ആക്കി എടുക്കാനാണ്. ഇങ്ങനെ തയ്യാറാക്കാൻ നമുക്ക് തേൻ നെല്ലിക്ക ഉണ്ടാക്കാൻ എന്തൊക്കെ വേണമെന്ന് നോക്കാം. ഞാൻ 250 ഗ്രാം കൽക്കണ്ട്, പനം കൽക്കണ്ട് എടുത്തിട്ടുണ്ട്. 300 ഗ്രാം നെല്ലിക്ക എടുത്തിട്ടുണ്ട്. അപ്പം നമുക്കൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം അടുപ്പത്ത് വെച്ച് കൊടുക്കാം തിളയ്ക്കാൻ. നമുക്ക് പാത്രത്തിൽ വെള്ളം വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ വെള്ളം തിളച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നെല്ലിക്ക ഇട്ട് കൊടുക്കാം. നെല്ലിക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ചൊന്ന് നന്നായിട്ടൊന്ന് ചൂടാകണം. ഒന്ന് തിളച്ച ഉടനെ നോക്കണം. ആടി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചൂടുവെള്ളത്തിലോട്ട്. നമ്മൾ നെല്ലിക്ക തിളച്ചിട്ടുണ്ട്. ഇത്ര സ്റ്റൗ ഓഫാക്കുന്നുണ്ട്. ഓഫാക്കിയിട്ട് നമുക്കിത് ഊറ്റിയെടുക്കാം. അപ്പം നമ്മുടെ നെല്ലിക്ക ഞാൻ ഊറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു അരപ്പയിൽ ഞാൻ ഊറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഒന്ന് വെള്ളം തോരട്ടെ. അപ്പോഴത്തേക്ക് നമുക്കൊരു പാത്രം അടുപ്പത്ത് വെച്ച് നമുക്ക് കർക്കണ്ട് കത്തിച്ച് പാത്രം വയ്ക്കുന്നുണ്ട്. പാത്രം വെച്ച് 250 ഗ്രാം കർക്കണ്ടാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തു. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം, 2 കപ്പ് അളവിൽ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മുടെ പനങ്കർക്കട്ട് നന്നായിട്ട് ഉരുകി കൊണ്ടിരിക്കുകയാണ്. നമുക്ക് നല്ല തിളച്ച് നല്ല നൂല് പരുവത്തിന് ആയി കിട്ടണം. ഇത് നമുക്കിതിൽ 1/2 സ്പൂൺ അളവിന് ഏലക്കാപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. നമുക്ക് അപ്പോൾ നല്ലൊരു ടേസ്റ്റും കൂടെ, നല്ല മണവും ഒരു ടേസ്റ്റും കിട്ടും. നമ്മൾ പനം കൽക്കണ്ട് ഇങ്ങനെ ഒന്ന് സെറ്റായി വരണുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് ഒരു പിഞ്ചളവ് ഉപ്പിട്ട് കൊടുക്കുക. എന്തിനെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ച്. നന്നായിട്ടൊന്ന് ഒരു സെറ്റായി വരണുണ്ട്. കുറച്ചുകൂടെ ഒന്ന് നമ്മൾ കയ്യിൽ ഇങ്ങനെ തൊട്ടാൽ ഒട്ടണം. ആ പരുവത്തിനാണ് നമുക്ക് എടുക്കാനുള്ളത്. നമ്മൾ നല്ല ഒന്ന് തിളപ്പിച്ച് ഊറ്റിയെടുത്ത് വെച്ചിരിക്കുന്ന നെല്ലിക്ക നമുക്ക് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് പനം കൽക്കട്ട് നന്നായിട്ട് ഇതിൽ പിടിക്കട്ടെ. അപ്പം ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ ചെറുതേൻ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് ഞാൻ സ്റ്റൗ ഓഫാക്കി കുറച്ചൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് വയ്ക്കാം. നമ്മുടെ നെല്ലിക്ക റെഡി ആയിട്ടുണ്ട്. തേൻ നെല്ലിക്ക എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ തേൻ നെല്ലിക്ക റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യാൻ. നമുക്ക് ഇതൊരു ഭരണിയിലോട്ട് ഞാൻ കോരി വയ്ക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മളെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എപ്പോഴും നമുക്ക് തയ്യാറാക്കി വയ്ക്കുക എന്നുള്ളത് പനം കൽക്കണ്ടായിരിക്കണം. അപ്പോൾ കുട്ടികൾക്ക് പനം കൽക്കണ്ടെന്ന് പറഞ്ഞാൽ കഫം മാറിക്കിട്ടണ ഒരു ഇതാണ് പനം കൽക്കണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. നന്ദി, നമസ്കാരം.